നമസ്കാരം. കോട്ടയം സ്വദേശിനിയായ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കേസ്. ഈ കേസിൽ കുറേ സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഷൈനിയുടെ കാര്യത്തിൽ ഇതേപോലെ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാട്ടിൽ കൂടുതൽ സംശയങ്ങളും ദുരൂഹതകളും ജിസ്മോളുടെ കാര്യത്തിലുണ്ട്. ഇവിടെ 3 സാധ്യതയാണ് നിലനിൽക്കുന്നത്. 3 സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. 3ലും ദുരൂഹതകളുണ്ട്. ഒന്ന്, ഇത് ജിസ്മോൾ തന്നിഷ്ടപ്രകാരം, ഒട്ടും പറ്റാതെ തന്നിഷ്ടപ്രകാരം ഈ ഒരു കാര്യം ചെയ്തു. 2, ആരുടെയെങ്കിലും പ്രേരണയാൽ, ആരെങ്കിലും ചെയ്യിപ്പിച്ചു ജിസ്മോളെ കൊണ്ട് ഇത്. 3, ആരെങ്കിലും ഇത് ചെയ്തിട്ട് ഇവരെ പുഴയിൽ കൊണ്ടുപോയി ഇട്ടു. ഇങ്ങനെ 3 സാധ്യതകളാണ്. 3ലും ജിസ്മോളുടെ ഭർത്താവായിട്ടുള്ള ജിമ്മി തെറ്റുകാരനാണ്. 3ൽ ഏത് സാധ്യതയാണെങ്കിലും അയാൾ തെറ്റുകാരനാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യം പുറത്തു വന്നിട്ടും പോലീസുകാർ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാത്തത്? അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അല്ലെങ്കിൽ അയാളുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ചെറുതല്ല, വലിയ രീതിയിൽ തന്നെ അയാൾ ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പോലീസുകാർ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അയാളെയും ചോദ്യം ചെയ്യണം, അയാളുടെ വീട്ടുകാരെയും ചോദ്യം ചെയ്യണം. വയ്യാത്തവരാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, അവരെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു വാർത്ത നമ്മൾ ആദ്യമേ കേട്ട സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംശയമുണ്ടായി. കാരണം ജിസ്മോൾ ഒരു അഡ്വക്കേറ്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഏണിങ്സ് ഉള്ള ഒരു സ്ത്രീ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്, അത് മറക്കരുത്. അപ്പൊ അത്രയും കാര്യപ്രാപ്തിയും ലോകവിവരവും അറിവും വിദ്യാഭ്യാസവും നിയമവശങ്ങളും ഒക്കെ അറിയാമായിരുന്ന ഒരു സ്ത്രീ, ജീവിതത്തിൽ വരുന്ന ഏതൊരു സാഹചര്യത്തെയും ധൈര്യത്തോടുകൂടി നേരിട്ടോണ്ടിരുന്ന ഒരു സ്ത്രീ, അവരുടെ ക്ലയൻസിന്റെ കാര്യത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു സ്ത്രീയാണ് ഈ ജിസ്മോൾ. അപ്പോൾ എന്ത് വലിയ കുടുംബ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ജിസ്മോൾക്ക് ജിമ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ജിസ്മോളുടെ വീട്ടുകാരും അത്യാവശ്യം സപ്പോർട്ടീവാണ്. അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഈ രീതിയിലാണ് ജിസ്മോൾ ജീവിക്കുന്നത് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ അച്ഛനും ആങ്ങളെയും ജിസ്മോളെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരാതിരുന്നത്? അതൊരു തെറ്റാണ്. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ കിടന്ന് കരയുന്നുണ്ട്, കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം ജിസ്മോളുടെയൊക്കെ സംസ്കാര ചടങ്ങുണ്ടായിരുന്നു. ജിമ്മി കിടന്നങ്ങ് കരയുവാണ്. അയാൾക്കങ്ങ് വയ്യ, അയാൾ തളർന്ന് വീഴുവാണ്, മയങ്ങി വീഴുന്നു, വെള്ളം കൊടുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ പൂങ്കണ്ണീരൊഴിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വന്ന് കിടന്ന് അഭിനയിക്കുന്നത്? അതുപോലെ ജിസ്മോളുടെ അമ്മായിയമ്മ വന്ന് കിടന്നങ്ങ് അഭിനയമാണ്. എനിക്കതൊക്കെ കണ്ടിട്ട് അഭിനയമായിട്ടാണ് തോന്നിയത്. എനിക്കത് കണ്ടിട്ട് അവരോട് 1% പോലും സഹതാപം തോന്നിയില്ല. എനിക്കത് കണ്ടിട്ട് അവർ കരയുന്നത് കണ്ടിട്ട് സങ്കടം തോന്നിയില്ല. കാരണം അത് കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ട് ജിസ്മോൾ ഇത് ചെയ്തു? ഇത്രയും ഇൻഡിപെൻഡന്റ് ആയിരുന്നിട്ട് പോലും ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും ജിസ്മോൾ എന്തിനിത് ചെയ്തു എന്നുള്ളൊരു സംശയം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായതാണ്. അത് മാത്രമല്ല, വേറെ ചില ദുരൂഹതകളും കൂടി ഞാൻ പറയാം. ജിസ്മോൾ സ്കൂട്ടർ ഓടിച്ചാണ് ഈ പുഴയിലേക്ക് പോയെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. ആരെങ്കിലും പിടിക്കാതെ അതുങ്ങളെയും കൊണ്ട് പോകാൻ പറ്റുമോ? അതെൻ്റെ ഒരു സംശയമാണ്. അങ്ങനെ ഒറ്റയ്ക്ക് 2 പേരെ സ്കൂട്ടർ വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടുക. എനിക്ക് അറിയത്തില്ല. അങ്ങനെ പോകാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ബുദ്ധിമുട്ടാണ്, കുഞ്ഞു കുട്ടികളല്ലേ, ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ ജിസ്മോൾ തന്നെ അങ്ങോട്ടേക്ക് പോയി? ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ CCTV ഉണ്ട്. ഈ CCTVയിലെ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് പോലീസുകാർ പരിശോധിക്കാത്തത്? അതോ ഇനി പരിശോധിച്ചോ? അതല്ലെന്നുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആരായിരിക്കും ആ ദൃശ്യങ്ങൾ നശിപ്പിച്ചത്? ഇത് വലിയൊരു സംശയമാണ്. ജിമ്മിയുടെ വീട്ടുകാർക്ക് അത്യാവശ്യം പിടിപാടുള്ള വീട്ടുകാരാണ്. ആ പിടിപാടിന്റെ പേരിലാണോ ജിമ്മി ഇതുവരെയും ചോദ്യം ചെയ്യാതെ ഇരിക്കുന്നത്? ഇനിയും കഴിഞ്ഞിട്ടില്ല. ജിസ്മോളുടെ ശരീരത്തിൽ 3 പാടുകളുണ്ട്. 3ഉം പൊള്ളിയതാണ്. 2 എണ്ണം പുറത്ത്, 1 തൊടയിൽ. അതെങ്ങനെ വന്നു? ആരത് ചെയ്തു ജിസ്മോളോട്? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ അമ്മായിയമ്മ ഇപ്പൊ ആ പുള്ളിക്കാരിക്ക് വയ്യാതാകുന്നതിന് മുമ്പ് അവർ ഭീകരിയായിരുന്നാണ് പറയുന്നത്. ജിസ്മോളോടൊക്കെ ഭയങ്കര മോശമായിട്ടായിരുന്നു പെരുമാറിയത്. അപ്പൊ അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്, നാത്തൂന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. ഇപ്പൊ എല്ലാവരും വന്നിരുന്ന് പൂങ്കണ്ണീർ ഒലിപ്പിക്കുകയാണ്. ഇനിയും കഴിഞ്ഞില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയത് 2 പേര് പറഞ്ഞ കാര്യം കേട്ടിട്ടാണ്. ആ 2 പേര് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിസ്മോളുടെ വീട്ടിൽ മോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ ജോലിക്ക് നിൽപ്പുണ്ട്, ജോലിക്കാരിയാണ്. രണ്ടാമത്തെ ആള് ജിസ്മോളുടെ വീടിന്റെ തൊട്ട് താഴെ ഒരു അമ്മച്ചിയുടെ വീടാണ്. ആ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണ് ജിസ്മോളൊക്കെ പാല് വാങ്ങിക്കുന്നത്. അപ്പം ആ അമ്മച്ചിക്ക് ജിസ്മോളുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. താഴെ നിന്ന് കഴിഞ്ഞാലും അറിയാം. വലിയ ദൂരത്തിലല്ല ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അമ്മച്ചി ഒരു കാര്യം പറഞ്ഞു, ഈ മോളി ഒരു കാര്യം പറഞ്ഞു. ഇവർ പറഞ്ഞ 2 കാര്യത്തിലും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പം ഇവരുടെ വീഡിയോ എവിടെ നിന്നാണ് ഞാൻ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർഡ് ഫാർമർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്.
ആ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഇവിടെ പോയിട്ട് ഇവരോട് 2 പേരോട് സംസാരിച്ചിട്ട് 2 വീഡിയോ ആയിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോയിൽ അധികം ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാലും ആ 2 വീഡിയോയും കണ്ടതിൽ നിന്ന് ഉള്ളടക്കം ഞാൻ പറയാം. അപ്പോൾ ഈ മോളി എല്ലാ ദിവസവും ജിസ്മോളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ്. 8:30 പോയിട്ട് വൈകുന്നേരം 5:45 തിരിച്ചു വരും. അപ്പോൾ ഈ സംഭവം നടന്ന ദിവസം മോളി എന്നത്തെയും പോലെ അവിടേക്ക് പോയി. 8:30 വീട്ടിൽ ചെന്നു. 8:30 ചെന്നപ്പോൾ മോളിക്ക് ഷുഗർ ഒക്കെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മോളിക്ക് ആശുപത്രിയിൽ പോകണം, ഗുളിക വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ 8:30 ചെന്ന മോളി 9 മണിയായപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പം ആ വീടൊക്കെ അടച്ചിട്ടേക്കാണ്. അതുകൊണ്ട് മോളി എന്ത് ചെയ്തു, പതിയെ ഈ താഴെയുള്ള അമ്മച്ചിയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് വിറവ് പറക്കി വെക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ അമ്മച്ചി പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ജിസ്മോളുടെ വീടിൻ്റെ അതുവഴി പോയി. എന്നിട്ട് ജിസ്മോളുടെ ഒക്കെ വീടിൻ്റെ മതിലിലാണ് ഈ പാല് വെക്കുന്നത്. പാല് കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു കുട്ടി കിടന്ന് കരയുന്ന സൗണ്ട് കേൾക്കാമായിരുന്നത്. അപ്പോൾ ഈ മോളി പറയുന്നത് കുട്ടി കിടന്ന് കരയുന്ന സൗണ്ട് കേട്ടപ്പോഴേ എന്താണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് കയറി ചെന്നു. മുകളിലേക്ക് കയറി ചെന്നപ്പോൾ ജിമ്മിയെ അവിടെ കണ്ടു. അതായത് ജോലിക്ക് പോയ ജിമ്മി അവിടെ നിൽക്കുന്നു. ജോലിക്ക് പോയിട്ട് വന്ന ആ ഡ്രസ്സിൽ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിൽക്കുന്നു. ഇതാണ് മോളി പറഞ്ഞ കാര്യം. ഇനി അമ്മച്ചി പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. മോളി വിറക് പറിക്കൊണ്ടിരിക്കുവായിരുന്നു. പണി തീർത്തായിരുന്നു, മോളിയുടെ പണി തീർത്തായിരുന്നു. മോളി തീർന്നില്ല, ബാക്കി ഇനി അവിടെ കിടക്കുമായിരുന്നു. അതെ. അപ്പോൾ അമ്മയ്ക്ക് എന്നാ പറഞ്ഞിട്ടാ മോളിയോട് എന്നാ പറഞ്ഞിട്ടാ പോയത്? അന്നേരത്തേനും അവിടെ വന്ന് വിളിച്ചു. ആരാ വിളിച്ചേ? ജിമ്മിയെ മറ്റേ എന്നാത്തേനും മോളിലാണ് അരച്ചു കയറട്ടെ എന്ന് ഞങ്ങളുടെ ചെറുക്കൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം എന്നാന്ന് ചോദിച്ചോണ്ട് ഇപ്പം ഞാൻ പുറകെ മോളിയുടെ പുറകെ മോളിയിൽ അതൊക്കെ റോളിങ്ങിട്ടുണ്ട് എന്നാന്ന് വെച്ചു. അപ്പം മോളി അവരുടെ വീട്ടിൽ ചെന്നു. അത് മോളി ഇവിടെ വെച്ച് തന്നെ കരച്ചിലുണ്ടാക്കിയോ? കരഞ്ഞാട്ടാ പോയെ. അപ്പം മോളി വന്നപ്പോൾ കരഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല, അന്നേരം മോളി കരഞ്ഞില്ല. ഇല്ല. അന്നേരം ഇപ്പം വന്ന് വിളിച്ചതാ ജിമ്മി. വന്ന് വിളിച്ചപ്പോൾ കരച്ചിൽ വന്നു. പറഞ്ഞ അത് നമുക്ക് അറിയത്തില്ല, വനെ ഒന്നും കേട്ടില്ല. കരഞ്ഞോണ്ടു അരച്ചു നടപടി ഇവിടെ വരെ വന്നോ? ഇവിടെ വരെ അവൻ വന്നോന്നും എനിക്കറിയത്തില്ല. ഞാൻ അപ്പുറത്തുനിന്ന് വരുമ്പം മോളി അവരുടെ വീട്ടിൽ ചെന്നു കരഞ്ഞോണ്ട്. അപ്പൊ ഞാൻ പിന്നെ എന്നാന്നറിയാലോ വെച്ചോണ്ട് ഞങ്ങളുടെ ഈ ചെറുക്കൻ ഇവിടെ നിന്ന് എന്നാന്ന് ചോദിച്ചിട്ട് മോളി ഇതൊന്നും കേൾക്കുന്നില്ല. മോളി പോയി. ഞാൻ പിന്നെ പുറകെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര കോലാകല, ആൾക്കാരെല്ലാം എല്ലാവരും വന്ന്. ഇനി ആ നിൽപ്പൻ്റെ വൈകുന്നേരം വരെ അവിടെ നിന്ന്. കേട്ടല്ലോ, ജിമ്മി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ജിമ്മി അവിടെ എന്തിനു വന്നു? ജോലിക്ക് പോയിട്ട് അതുവഴി വന്നതാണെന്നാണ് മോളി പറയുന്നത്. ജിമ്മി എന്തിനവിടെ വന്നു? അന്നത്തെ ദിവസം ജിമ്മി ജോലിക്ക് പോയില്ലേ? ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ജിസ്മോള് എന്തുകൊണ്ട് അന്ന് ജോലിക്ക് പോയില്ല? ഈ സംശയങ്ങൾക്കൊക്കെ ആര് ഉത്തരം പറയും? ഈ സംശയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പോലീസുകാർ സ്ഥിരീകരിക്കാത്തത്? ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്? ഒരുപക്ഷെ അന്നത്തെ ദിവസം അവിടെ വേറെ പലതും അവിടെ നടന്നിട്ടുണ്ടെങ്കിലോ? ഈ കാര്യമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിലോ? 3 തവണയാണ് ഈ ജോലിക്കാരിയായിട്ടുള്ള മോളി ആ വീട്ടിലേക്ക് ചെന്നത്. ഈ 3 തവണ ചെന്നിട്ടും ആ വീട്ടിൽ നിന്ന് വേറെ ഒരു കാര്യവും ഈ മോളി അറിഞ്ഞില്ലേ, കേട്ടില്ലേ? അപ്പൊ ഈ മോളിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പോലീസുകാർ എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ വെറുതെ നിസ്സാരമാക്കി കളയുന്നത്? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ജിസ്മോളുടെ വീട്ടുകാർ മനസ്സിലാക്കി അന്വേഷിക്കാത്തത്? പോലീസുകാർക്ക് ശക്തമായിട്ടുള്ള പ്രഷർ കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർ അന്വേഷിക്കത്തുള്ളൂ. വലിയ പിടിപാടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പിടിപാടിൽ കാര്യങ്ങൾ അന്വേഷിക്കണം. ഒരുപക്ഷെ ജിമ്മി അന്നത്തെ ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിലോ, അന്ന് വേറെന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടെങ്കിലോ, ജിമ്മിയാണിത് ചെയ്തതെങ്കിലോ, ജിസ്മോള് തന്നെയല്ല ചെയ്തത്, ജിമ്മിയാണിത് ചെയ്തതെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള സംശയമില്ലേ? മോളി പറയുന്ന മൊഴിയിലും അമ്മച്ചി പറയുന്ന മൊഴിയിലും എന്തൊക്കെയോ ഉണ്ട്. അമ്മച്ചിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ താഴെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർ പാല് വിറ്റ് ജീവിക്കുന്നു, അവരുടെ മകൻ അവിടെയുണ്ട്. അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നൊരു പുള്ളിക്കാരിയാണ് അമ്മച്ചി. അപ്പം അമ്മച്ചി കള്ളം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മോളി എന്ന് പറയുന്ന വേലക്കാരി പറയുന്നതിൽ എന്തൊക്കെയോ ഇങ്ങനെ പിടിച്ച് വെച്ച് പറയുന്നത് പോലെയാണ് ഈ മോളി പറയുന്നത്. മോളി പറഞ്ഞ ചെറിയൊരു ഭാഗം ഞാൻ ഏതായാലും കേൾപ്പിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ പിടികിട്ടും. അവരവിടെയൊക്കെ പാല് കൊടുത്തിട്ട് തിരിച്ചു എന്നോട് പറഞ്ഞു മോളി കൊച്ചപ്പിടില്ല, കൊച്ച് കരയിൽ ഒച്ച ഇരിക്കുന്നത്. ആര് പറഞ്ഞു? അമ്മാമ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കൊച്ചു ജിസ്മോടെ കൊച്ച് ഈ കൊച്ച് ജിസ്മോളുടെ കൊച്ചായിരുന്നോ? അതാ കരയാറുള്ള കൊച്ചായിരുന്നോ?
അത് കരയൊക്കെ ചെയ്യും. ഈ കൊച്ചിന് ചേച്ചി എടുക്കുന്ന ആൾക്കാരല്ല അത് കുഞ്ഞവിടെയാ അവിടെ എടുത്തു നടക്കും. മൂത്ത കൊച്ചാണ് കിടന്നത് ആരാന്നറിയത്തില്ല, കൊച്ചു കരഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ നേരം പറഞ്ഞു ഞാൻ നോക്കട്ടെ, വെഞ്ച് ക്ലാസ് ഞാൻ കുടിച്ചോണ്ട് ഓടിയത് ഞാൻ ചേർന്ന്. ചേച്ചിക്ക് അന്നേരം ഓടിച്ചാൽ ഏത് അമ്മയ്ക്കാണ് കൊച്ചു കിടന്ന് അറിയുമ്പോൾ അപ്പൊ കരഞ്ഞ ഞാൻ കയറി വരികയും അപ്പൊ ഈ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തോട്ടത്തിൽ ഇങ്ങോട്ട് കയറി ഒരു ചെറിയ വീട്ടിൽ വാതിലുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയ പോകാൻ അപ്പൊ അവിടെ ആ ചെറുക്കം വന്നു, ഹസ്ബൻഡ് വന്നു വീട്ടിലൂടെ ഹസ്ബൻഡ് വന്ന്. ഞാൻ ഈ കൊച്ച കരഞ്ഞു കയറി ഹസ്ബൻഡ് വന്നു. അപ്പൊ പുള്ളിയാണ് ജോലിക്ക് പോയില്ലേ? അറിഞ്ഞിട്ടാലും വന്നായിരിക്കും, എനിക്കറിയത്തില്ല എങ്ങനെയാണ് വന്ന്. അന്നേരം വന്ന് കൊടുത്തേച്ച് കൊച്ചിനെയും അവിടെ ജിസ്മോളെ കണ്ടിട്ടുണ്ട്. കൊച്ചു കരയുന്ന കിടന്ന് പറഞ്ഞേ ഇവര് ഈ അമ്മ 12 മണിയാകുമ്പോൾ പാല് കൊടുക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നു. അപ്പൊ ഈ കൊച്ചു കരയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇറങ്ങി വേറെ കുറെ സ്ഥലത്ത് പാല് കൊടുത്തിട്ട് തിരിച്ചു ചെല്ലുമ്പോഴാണ് അമ്മയോട് പറയുന്നത് കൊച്ചു കരയുന്നുണ്ട്. കേട്ടില്ലേ, കുറെ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ച് മോളി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏതായാലും പല ആൾക്കാരും പല കാര്യങ്ങൾ പറയുന്നു, ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതിനൊക്കെ ആൻസർ കണ്ടെത്തേണ്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവർ കണ്ടെത്താതെ, അവർ നല്ല രീതിയിൽ അന്വേഷിക്കാതെ ഇത് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. ആരുടെയെങ്കിലും ഇൻവോൾവ്മെന്റ് ശക്തമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ആ ഭർത്താവോടുള്ള ജിമ്മിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. അയാളുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് നല്ല രീതിയിലുണ്ട്. ഏത് സാഹചര്യമാണെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞ 3 സാധ്യതകളിൽ ഏത് സാധ്യതയാണെന്നുണ്ടെങ്കിലും ജിമ്മി തെറ്റുകാരനാണ്, കുറ്റം ചെയ്തിട്ടുണ്ട്, അയാളെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം.